ശ്രീമന്നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുര നിഗ്രഹവും. ശ്ലോകം 10. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത്പരമാർത്ഥബോധ. ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവ വാദനികേതനാഥ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പരമശിവനും പാർവതിയും ഭൂതഗണങ്ങളും എല്ലാവരും കൂടെ കൂടി വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ നന്നായിട്ട് സ്തുതിച്ച് തൻ്റെ ആഗ്രഹം, ആ മോഹിനി രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അങ്ങോട്ട് അറിയിച്ചപ്പോഴേക്കും മഹാവിഷ്ണു അവിടെ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി. എവിടേക്കാണ് ഇദ്ദേഹം പോയത് എന്ന് നാലുപാടും ഇങ്ങനെ പരമശിവൻ നോക്കുകയാണ്. അപ്പോഴുണ്ട് മനോഹരമായ ഒരു പൂന്തോട്ടം, അതിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി പന്തടിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാൻ വേഗം നേരെ ആ സുന്ദരിയുടെ അടുത്തേക്ക് ചെല്ലുകയും അടുത്തേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ആ സുന്ദരിയുടെ വസ്ത്രം ഒന്നങ്ങോട്ട് മാറുകയും ചെയ്തു. കാമപരവശനായ ഭഗവാൻ നേരെ ചെന്ന് അവളെ ആലിംഗനം ചെയ്തു. ഭൂയ അപി, പിന്നെയും വിദ്രുതവതീം എന്ന് പറഞ്ഞാൽ ഓടിക്കളഞ്ഞ ആ ആലിംഗനത്തിൽ നിന്ന്, ശിവന്റെ ആലിംഗനത്തിൽ നിന്ന് കുതറി മാറി ഓടിക്കളഞ്ഞ ആ മോഹിനിയെ ദേവൻ, അതായത് പരമശിവൻ, ഉപധാവ്യ, ഒപ്പം പിന്നാലെ ചെന്നിട്ട്, അനുധാവനം ചെയ്തിട്ട്, പിന്തുടർന്നിട്ട്, വീര്യം എന്ന് പറഞ്ഞാൽ രേതസ്, പ്രമോക്ഷ, വികസത് പരമാർത്ഥബോധ, വീര്യപ്രമോക്ഷ, രേതസ് സ്കലിക്കയാൽ സുന്ദരിയായ ആ യുവതി പരമശിവന്റെ ആ ആലിംഗനത്തിൽ നിന്ന് കുതറി മാറി ഓടി. ഭഗവാൻ പിന്നാലെ ചെന്നു. അങ്ങനെ പോകുന്ന സമയത്ത്, മോഹിനിയുടെ പിന്നാലെ പോയ സമയത്ത് പരമശിവന്റെ രേതസ് സ്കലിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് വികസത്, നന്നായിട്ട് ഉള്ളിൽ അങ്ങോട്ട് തെളിഞ്ഞു. എന്താണ് തെളിഞ്ഞത്? പരമാർത്ഥബോധ, തത്വജ്ഞാനം. പെട്ടെന്ന് ഭഗവാന് മനസ്സിലായി, ഇത് മഹാവിഷ്ണുവാണ്, മഹാവിഷ്ണുവിന്റെ ആ മോഹിനി രൂപമാണ് ഇത്, അല്ലാതെ വെറുതെ ഒരു സാധാരണ ഒരു സുന്ദരിയല്ല എന്നുള്ള ആ ബോധം നന്നായിട്ട് ഉള്ളിൽ ഉണ്ടായി. ത്വന്മാനിത, ഇവിടെ മഹാവിഷ്ണുവിനാൽ, ഭഗവാനാൽ പരമശിവൻ മാനിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടവനുമായി ആ സമയത്ത്. എന്നിട്ട് തവ മഹത്വം, ഭഗവാന്റെ ആ മഹത്വം, മാഹാത്മ്യം, പരമശിവൻ ഇവിടെ ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ ദേവ്യൈ, പാർവതീ ദേവിക്ക് ഉവാച, പറഞ്ഞു കൊടുത്തു. പാർവതീ ദേവിക്ക് മനസ്സിലാകുവാനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ച് പരമശിവൻ ഇവിടെ പാർവതീ ദേവിക്ക് പറഞ്ഞു കൊടുത്തു. വാദനികേതനാഥ ഗുരുവായൂരപ്പ, തത്താദൃശ, മറ്റാരോടും സാദൃശ്യമില്ലാത്ത, അതായത് വേറൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ത്വം, ഭഗവാൻ ഗുരുവായൂരപ്പ, അവിടുന്ന് അവ എന്നെ കാത്തരുളുമാറാകണമേ, എന്നെ കാത്ത് രക്ഷിക്കണമേ. ഇവിടെ
സാക്ഷാൽ അയ്യപ്പന്റെ ജനനമാണ്. പരമശിവൻ പിതാവും മഹാവിഷ്ണു മാതാവുമായിട്ട് ഇവിടെ അയ്യപ്പന്റെ അവതാരമാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. വളരെ ചുരുക്കിയാണ് നാരായണത്തിലെ ശ്ലോകങ്ങളെല്ലാം പറയുന്നത്. എങ്കിലും അതാണ് ശരിക്കായി ഉള്ള ആ ഒരു കഥ, എല്ലാവർക്കും അറിയാവുന്നതുമാണത്. ഭഗവാനെ ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പ ശരണം, സ്വാമി ശരണമയ്യപ്പ.